മനുഷ്യൻ ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ളത് 100% അല്ലെ എന്തായാലും ഉറപ്പാണ്. മനുഷ്യൻ ഒരുപക്ഷെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും മരണമാണ്, പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതും മരണമാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്, ഒരുപക്ഷെ മരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ ബോധ്യങ്ങൾ എങ്ങനെ മാറണം തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ രാജഗോപാലിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ, മരണത്തെക്കുറിച്ച് നമ്മൾ വളരെ പേടിയോടെ കാണുന്നവരുണ്ട്, ഇതെന്തോ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഏത് രീതിയിൽ മാറണമെന്നാണ് ഈ രംഗത്ത് ഇത്രയും, അതായത് പാലിയേറ്റീവ് രംഗത്ത് ഇത്രയും പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് തോന്നുന്നത്? രാജീവ്, ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് ഒറ്റൊരു ചോദ്യം എല്ലാവരോടും ചോദിച്ചോട്ടെ. വായിക്കാം. ഇരിക്കുന്നവരിൽ സ്വന്തം മരണത്തിനെ പറ്റി ചിന്തിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ടാവും? ഒരു പ്ലസൻറ്റ് സർപ്രൈസാണ് ഈ വേദി ആയതുകൊണ്ടും വില്ലിംഗ് ആയിട്ട് ഡിസ്കഷൻ വന്നതുകൊണ്ടും ഒരുപാട് പേര് കൈ ഉയർത്താത്ത കുറച്ച് പേരുണ്ട്. വളരെ ചുരുക്കം ഒരു കൈകൾ ഉയരണോ വേണ്ടായോ എന്നിങ്ങനെ സംശയിച്ചിരിക്കുന്നതുകൊണ്ട്. ഇതുപോലുള്ള വേദികൾ 10,000 ഉണ്ടാകാത്തത് കൊണ്ട് ഇത് ഈ ഡെത്ത് ഇല്ലിറ്ററസി ഒരുപാടായി. രണ്ട് തലമുറ ഉണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മരണം ചുറ്റും കണ്ട് കന്നുകാലികൾ മരിക്കുന്നതും മുതിർന്നവർ മരിക്കുന്നതും ഒക്കെ കണ്ടു വളർന്നവരാണ്. പക്ഷെ ഇപ്പോഴങ്ങനാണോ? കുട്ടികൾ അണുകുടുംബത്തിൽ മരണം കാണുന്നില്ല, അതെന്തോ ഭയമാണ്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തയ്യാറല്ല. അതൊരു വലിയ അപകടം പതിഞ്ഞിരിപ്പുണ്ട്. അവരവരുടെ മരണം എവിടെയായിരിക്കും എന്ന വിചാരം, ആഗ്രഹം വളരെ സൂക്ഷിച്ചിരുന്നുള്ളൂ. വെറും ഭീഷണിപ്പെടുത്തലല്ല, റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് തയ്യാറെടുപ്പ് തുടങ്ങിയില്ലെങ്കിൽ അവസാന കാലം ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ മരണം എങ്ങനെ വേണമെന്ന് വെച്ചാൽ, ആഗ്രഹം പറയാൻ പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ബന്ധുക്കൾ ആരെങ്കിലും വേണം, സ്നേഹിക്കുന്നവരാരെങ്കിലും വേണം. ഞാൻ അതീവ ഭാഗ്യവാനാണെങ്കിൽ കൊച്ചുമക്കളുടെ ഒരു ഉമ്മ കിട്ടും കവളത്ത്. യാത്ര പറഞ്ഞു പോകണം, അവസാനം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഇതൊന്നും സാധിക്കില്ല, ഉറപ്പാണ്. ഉറ്റവർ രാവിലെ 5 മിനിറ്റും വൈകുന്നേരം 5 മിനിറ്റും വന്നൊന്ന് നോക്കും, തൊടാൻ സമ്മതിക്കില്ല, തൊടാൻ സാധിക്കില്ല. കാരണം ചുറ്റും കേബിളുകളാണ്, കുറേ വയറുകൾ ശരീരത്തിൽ ഇങ്ങനെ പോകുന്നു. അവിടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ എന്തോക്കെ അലാം അടിക്കുന്നു, തൊടാൻ ധൈര്യപ്പെടില്ല. എല്ലാ ദ്വാരങ്ങളിലും ഓരോ ട്യൂബ്. ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണ് ശ്വാസകോശം. ഒരു പൊടി കയറിയാൽ നിങ്ങളിങ്ങനെ ചുമയ്ക്കും. അവിടേക്ക് ഇങ്ങനെ ട്യൂബിട്ട് കഫം വലിച്ചെടുക്കുന്ന പ്രക്രിയ എൻ്റെ ഒരു സുഹൃത്ത് അനുഭവിച്ച ആൾ പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമായിരുന്നു എന്ന്. ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ചർച്ച വേണം. ലിവിങ് വിൽ, അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്, ഒരു രേഖ എഴുതി ഉണ്ടാക്കുന്ന നിസ്സാര പണിയാണ്, വിഷമമുള്ള പണി. ബന്ധുക്കളോടെല്ലാം അതിനെപ്പറ്റി സംസാരിക്കണം. ഇൻറ്റൻസീവ് കെയർ എല്ലാം ചീത്തയാണെന്നല്ല പറയുന്നത് കേട്ടോ. ഇൻറ്റൻസീവ് കെയറിന് വലിയ വാല്യൂ ഉണ്ട്. പക്ഷെ മരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതിലേ ഉള്ളൂ തടസ്സം. ഡോക്ടർ, ഈ മരണസാക്ഷരതയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ നിയമസാക്ഷരതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പല പ്രോജക്ട്സ് നടപ്പാക്കുന്നു. ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് പറയുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മരണസാക്ഷരത എന്ന് പറയുന്നത് മരിക്കുമെന്നുള്ള അറിവ് കൊടുക്കൽ മാത്രമാണോ, അതോ മരണത്തെ എങ്ങനെ നേരിടണം, നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളണം, അത് ബന്ധുക്കൾ എങ്ങനെ ഉൾക്കൊള്ളണം, അതിനപ്പുറം സമൂഹം എങ്ങനെ ഉൾക്കൊള്ളണം, ആ തരത്തിലായിരിക്കണ്ടേ? അതിന് ആര് മുൻകൈ എടുക്കും? യഥാർത്ഥത്തിൽ എന്താണ് മരണസാക്ഷരത കൊണ്ട് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? മരണത്തെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കഴിവ്, ഇതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതിനും മരണസാക്ഷരതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൊണ്ട് ഉണ്ടായിട്ടുള്ള അത്രയും സാക്ഷരത വേറെ എങ്ങും ഉണ്ടായി കാണില്ല. പക്ഷെ അതിൻ്റെ വാല്യൂ ആലോചിക്കൂ. അതിൻ്റെ ആ ഒരു കവിതയുടെ ശക്തിയും വാല്യൂവും ഇപ്പോൾ രാജീവ് ഈ ചെയ്യുന്നത് പോലുള്ള വേദികൾ എല്ലായിടത്തും എത്രയോ ഉണ്ടാവണം. ഓരോ റെസിഡൻസ് അസോസിയേഷനിലും എവിടെയൊക്കെ ആൾ കൂടുന്നു അവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വലിയ അപകടമാണ്, ക്രൂരമായ അപകടം. അറിയാമോ, ഒരു വർഷത്തിൽ 5.5 കോടിയിലേറെ ഭാരതീയർ
ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പോകുന്നത് ചികിത്സാ ചെലവ് കൊണ്ടാണ്. അതിൻ്റെ 3/4 ഭാഗവും ഈ അവസാനത്തെ ഒരു മാസക്കാലത്ത് ചിലവാണ്. ആ കുടുംബങ്ങളിലെ കുട്ടികളോ ജനറേഷണൽ പോവേർട്ടി, അവർക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇത് വേറെ ആരും താല്പര്യം എടുക്കില്ല. നമ്മൾ തന്നെ താല്പര്യം എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഡോക്ടർ സുരേഷ് കുമാർ, ഇപ്പോൾ മരണസാക്ഷരത അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അറിവ് വ്യക്തിപരമായി ഉണ്ടായാലും അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മൾ ഇതിനൊക്കെ തയ്യാറെടുത്താലും നമ്മുടെ ചുറ്റുമുള്ള ബന്ധുക്കളോ അതിലുപരി സമൂഹം ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള കമ്പൽഷൻസ് ഒരുപക്ഷെ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിന് പോലും തടസ്സമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഇതിൽ നമ്മൾ ഇതൊരു മുകളിൽ നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഒരാൾ മരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു അന്തസ്സോടെ ജീവിക്കാനും അന്തസ്സോടെ മരിക്കാനുമുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. വളരെ സിമ്പിളാണ്. പക്ഷേ അത് നടക്കുന്നില്ല. നമുക്ക് രണ്ടും നടക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു പരിസ്ഥിതി ഇല്ല. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ ഒരാൾക്ക് അന്തസ്സായിട്ട് മരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇല്ല. അത് ആ ഒരു വ്യക്തിയുടെ ചോയ്സ് മാത്രമല്ല അത് വരുന്നത്. അതായത് അതിൽ വരുന്ന നമ്മൾ സാധാരണ ഡെത്ത് സിസ്റ്റം, മരണ സംവിധാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനെപ്പറ്റി ഈ കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായിട്ട് കുറച്ച് കാര്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുകയും ഇതിനെപ്പറ്റി പഠനങ്ങളുമൊക്കെ പേപ്പറുകളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ മരണം വളരെ പേഴ്സണലായിട്ടുള്ള സാധനമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ സോഷ്യലായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിന് ഒരുപാട് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് സാമൂഹ്യമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും അല്ല, അധിക സിറ്റുവേഷനിൽ നിങ്ങളല്ല, അത് ചുറ്റുമുള്ള സമൂഹമാണ്. ആ സമൂഹത്തിന് അതിന് ചില ലിഖിതമോ ആയ നിയമങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഞാൻ നേരത്തെ രാജീവിനോട് പറയുമായിരുന്നു, നമ്മുടെ ഒരു അർബൻ, അതായത് നഗരത്തിൽ ജീവിക്കുന്ന ഒരു ഉയർന്ന മധ്യവർഗ അല്ലെങ്കിൽ ഉയർന്ന വർഗത്തിൽപ്പെട്ട ഒരാൾ ICUവിലാണ് മരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സമൂഹമാണ്. ഇതിന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ, അതായത് ഈ സമൂഹത്തിൻ്റെ ഈ ഒരു തീരുമാനത്തിന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ ഈ മരിക്കാൻ പോകുന്ന ആളുടെ അഭിപ്രായമായാലും ബന്ധുക്കളുടെ അടുത്ത ഫാമിലിയുടെ അഭിപ്രായമായാലും ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ അഭിപ്രായമായാലും ഒക്കെ ഇതിനെ സമൂഹം റെസിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെതായ രീതികളുണ്ട്. ക്രിറ്റിസിസം, അയൽപക്കക്കാരുടെ വർത്തമാനം, ഈ അവസാന കാലത്ത് പോലും അച്ഛന് വേണ്ടി ഒരു പൈസ ചിലവാക്കിയില്ല മക്കൾ എന്നുള്ള. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ളൊരു മിസ്റ്ററി, അതായത് ഡെത്ത് എന്നുള്ള ഒരു ഫാക്റ്റിനെ നമ്മൾ നേരിൽ മുമ്പിൽ കാണുകയും അതിനെ നോക്കി എന്താണ് ഇതിൽ സാധ്യമായിട്ടുള്ളത്, എന്താണ് ഇതിൽ സാധ്യമല്ലാത്തത് എന്നുള്ള കാര്യത്തെ പറ്റി തീരുമാനം. ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഈ നമ്മൾ മരണം ശാശ്വതം എല്ലാവർക്കും ഉള്ളതാണെന്നൊക്കെ പറയുമ്പോൾ മരണത്തിൻ്റെ സ്വഭാവം കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ കാലം ജീവിക്കുന്നു. അപ്പോൾ മരിക്കുന്നത് വലിയ മെജോറിറ്റി മരിക്കുന്നത് കുറേ കൂടി പ്രായമായിട്ടാണ്. പണ്ട് ചെറുപ്പത്തിൽ കുറേ കൂടി യങ്ങറായിട്ട് മരിക്കുമ്പോൾ ആൾക്കാർ ആരോഗ്യത്തോടെയുള്ള ഒരു കാലത്താണ് മരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ്, ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ. ഇപ്പോൾ നമ്മൾ മരിക്കുന്നത് പലതും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രായമായിട്ടാണ്. പ്രായമായിട്ടുള്ള മരണം ആ പ്രായാധിക്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നതാണ്. പെട്ടെന്നുള്ള മരണത്തിന് പകരം മരണം നേരത്തെ നമ്മൾ സ്വിച്ച് ഇട്ടതുപോലെയായിരുന്നു, ഓൺ ഓഫ്. ഇപ്പം അതല്ല. ഇപ്പം മരണം ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മരിക്കണോ അല്ല നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിലൊക്കെ കണക്ട് ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ് മരിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ഈ ചോയ്സായിട്ടല്ലാതെ ഒരു നോമായിട്ട് ഇമ്പോസ് ചെയ്യാണ് പലപ്പോഴും സൊസൈറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റഫീഖ് അഹമ്മദിൻ്റെ മരണമെത്തുന്ന നേരത്ത് എന്ന കവിത, അപ്പോൾ മരണമെത്തുന്ന നേരത്ത് എന്ന് പറയുന്നുണ്ട് എങ്കിലും പലരും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചത് ഇത് മരണത്തെക്കുറിച്ചാണ്. പലരും ഒരുപക്ഷെ വീടുകളിലൊക്കെ കേൾക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും പലരും കുടുംബത്തിലുള്ളവരൊക്കെ ഇത് നെഗറ്റീവാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിനൊരു വളരെ വേദനാജനകമായ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നതിനിടെ ഡോക്ടർ പറഞ്ഞു ഇത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ആ സുഹൃത്ത് ആവശ്യപ്പെട്ടത് എനിക്ക് ഈ കവിത ലൂപ്പിൽ നിരന്തരമായി കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ വേദന അറിയാതെ ആ മെഡിക്കൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത് ഈ കവിത കേട്ടുകൊണ്ടാണ്. ശ്രീ റഫീഖ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് മനുഷ്യന് മരണത്തെ സ്വപ്നം കാണാൻ പറ്റാത്തത്? കാരണം ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ
വളരുന്നതനുസരിച്ച് പല കാര്യങ്ങളും സ്വപ്നം കാണും. വിദ്യാഭ്യാസം നേടുന്നത്, തൊഴിൽ നേടുന്നത്, ഒരുപക്ഷെ വാഹനമോ വീടോ സ്വന്തമാക്കുന്നത്, കുടുംബമുണ്ടാകുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം സ്വപ്നം കാണുന്നു. പക്ഷേ ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായ മരണത്തെക്കുറിച്ച് മനുഷ്യൻ എന്തുകൊണ്ടാണ് സ്വപ്നം കാണാത്തത്? അല്ല, എല്ലാ ജീവികൾക്കും ജീവനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജീവൻ അത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ ഒരു ജീവി തയ്യാറാവില്ല. അത് പ്രകൃതി തന്നെ അതിനനുകൂലമായിട്ടുള്ളൊരു നമുക്ക് കാണാൻ കഴിയും. നമുക്കിപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഈച്ച നമ്മുടെ മുമ്പിലൂടെ പറന്നു പോകുമ്പോൾ അതിനെ പെട്ടെന്നൊന്നും കൊല്ലാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് അത്രയും ജീവൻ്റെ ഒരു അമൂല്യത തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കാണെങ്കിലും ജീവജാലങ്ങൾക്കാണെങ്കിലും ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി എല്ലാ പ്രാണികൾക്കുണ്ട്. പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണനാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പലപ്പോഴും മരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പലതരത്തിൽ സങ്കല്പിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മരണത്തെ എനിക്ക് ഇഷ്ടമാണ്. കാരണം മരണം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മരണത്തെ പേടിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നല്ല ഭയമുണ്ട്. പക്ഷെ മരണം ഇല്ലാതിരുന്നെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. മരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ സർഗാത്മകതയുടെയൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദന എന്ന് പറയുന്നത് തന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. കാരണം എല്ലാവരും ഈ സർഗാത്മക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകളും അല്ലാത്തവരൊക്കെ തന്നെ മരണത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അനശ്വരരാകുക എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥശൂന്യമായിട്ടുള്ള സംഗതിയാണത്. അത് വേറെ തരത്തിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. എങ്കിൽ പോലും അങ്ങനെ നമുക്ക് നമ്മുടെ അടയാളപ്പെടുത്തിപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ എന്നും നമ്മുടെ പേരുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഭൂമിയിൽ നിന്ന് വിട്ടുപോകാതെ ഈ അങ്ങനെയുള്ള ഹാ വിജഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ്റെ കുടിപ്പടം താഴ്ത്താൻ എന്ന് വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ കുടിപ്പടം താഴ്ത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലത്തും ജീവിച്ചു പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സർഗാത്മകതയുടെയും അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന സംഗതി ഈ മരണത്തെ ജയിക്കാനുള്ള, മരണത്തെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ഈ കവിത എനിക്ക് തോന്നിയിട്ടുള്ളത് അതിതീവ്രമായ ഒരു പ്രണയം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണത്. പക്ഷേ അത് ഈ മരണവുമായി ബന്ധപ്പെടുത്തി പലരും തെറ്റിദ്ധരിച്ചതായിട്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ സുഹൃത്തുക്കളോ മറ്റുള്ളവരൊക്കെ ആസ്വാദകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ തന്നെ ഇപ്പോൾ പാട്ട് കേൾക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം അത് കവിതയായിട്ട് എഴുതിയതാണത്. കവിതയായിട്ട് എഴുതിയത് ചില സത്യത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ പോലും വിചാരിച്ചൊരു കവിതയല്ല. വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഒരു കാര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു കവിതയായിരുന്നു. അത് പിന്നെ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയായിട്ട് സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ സംഗീതവും പിന്നെ ആ സിനിമയിൽ ആ കവിത പ്ലേസ് ചെയ്ത ഒരു പ്രത്യേക സന്ദർഭവും അതിൻ്റെ ആലാപന രീതിയും എല്ലാം കൂടി വന്നപ്പോൾ അത് മരണം കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ. കവിതയിൽ മരണമല്ല വാസ്തവത്തിലുള്ളത്, പ്രണയം തന്നെയാണ് അതിൽ ഉള്ളത്. തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ്. മരണത്തിൻ്റെ സമയത്ത് പോലും നീ അടുത്തുണ്ടാവണം എന്നുള്ളതും നിൻ്റെ ഗന്ധമുണ്ടാവണം എന്നുള്ള അത്ര തരത്തിലുള്ള തീവ്രമായിട്ടുള്ളൊരു പ്രണയത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത എന്നുള്ള നിലയ്ക്കാണ്. അത് പിന്നെ പലതരത്തിലും കവിത വായിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഡോക്ടർ രാജഗോപാൽ, ഇപ്പോൾ ചിലരെങ്കിലും അല്ല, മനുഷ്യരിൽ ഒരു ബഹുഭൂരിപക്ഷവും മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ ഒരു കാര്യം ഒന്ന് ഈ ലോകം നമ്മൾ കണ്ടതെല്ലാം വിട്ടുപോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ ബന്ധുക്കൾ, സ്വത്ത്, മറ്റേ പ്രശസ്തി, അല്ലെങ്കിൽ ജീവിതം, പ്രാണൻ പോകുന്നു എന്നുള്ള പേടിയുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പേടിയുള്ളത് എൻ്റെ മരണം എങ്ങനെയായിരിക്കും, വേദന ഉണ്ടാകുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ മരണത്തെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ പ്രാണനോട് കൂടി തന്നെ അതിഭയങ്കരമായ വേദന ഉണ്ടാക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ചിലരെങ്കിലും നേരിടുന്നുണ്ട്. അത് ഡോക്ടർ അനുഭവത്തിലൊന്ന് ഇവരോട് വിശദീകരിക്കാം. ഭാരതത്തിൽ ഒഴിവാക്കാമെന്നുള്ള വേദന ഒഴിവാക്കപ്പെടുന്നില്ല. നമ്മുടെ ഭാരതത്തിൽ 4% താഴെ ആളുകൾക്ക് അർഹിക്കുന്ന വേദനാഹരണം നടക്കുന്നുള്ളൂ. 96 പേരും വേദന അനുഭവിച്ച് ജീവിക്കുകയോ അവസാനം മരിക്കുകയുമാണ്. എന്തുകൊണ്ട് എന്ന് വച്ചാൽ നമ്മളാരും അതിനു വേണ്ടി താല്പര്യമെടുക്കാത്തത് കൊണ്ട്. അതിൽ ഇനി നാളെ ചിലപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ഉള്ള ഒരു പ്രൊസീജിയർ കൊണ്ട് വേദന ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ഒരു കാലം വന്നാൽ ശാസ്ത്രത്തിന് താല്പര്യം വരുമായിരിക്കും. ഇന്നിതിന് ചിലവൊന്നും വേണ്ട, വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിലാണ് പാലിയേറ്റീവ് കെയർ ഇത്രയൊക്കെ ഉള്ളത്. കേരളത്തിന് പുറത്ത് പോയാൽ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ലാതെ ഒന്നുമില്ല. കേരളത്തിൽ തന്നെ ഈ ചെയ്യുന്ന പല പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങളിലും വളരെ കുറച്ച് ആ മെഡിക്കൽ ഇൻപുട്ടേ വരുന്നുള്ളൂ. അതും വേണം. അപ്പോൾ വേദന ചികിത്സിക്കപ്പെടണം.
ചികിത്സിക്കപ്പെടുന്നില്ല. ഒരു വേണ്ട രീതിയിൽ വേദന ചികിത്സിക്കണമെങ്കിൽ ഒരു കണക്ക് ഉപയോഗിക്കുന്നത് മോർഫിൻ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആവശ്യത്തിൽ 100-1 താഴെയേ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കണക്ക് നമ്മളുടെ കയ്യിൽ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും മാറ്റണമെങ്കിൽ പാലിയേറ്റീവ് കെയർ രോഗചികിത്സയുടെ ഭാഗമാവണം. ഇത് 11 വർഷം മുമ്പ് ലോകാരോഗ്യ സംഘടന പറഞ്ഞ കാര്യവും 2017 കേന്ദ്ര ആരോഗ്യ നയത്തിൽ കടന്നു വന്നിട്ടുള്ളതും കേരള സ്റ്റേറ്റ് പാലിയേറ്റീവ് കെയർ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുമായ കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കൂടുതൽ യാത്ര ചെയ്യാനുണ്ട്. മിക്കവാറും വേദനകൾ അനാവശ്യമായതാണ്, സഹിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ പരിഹരിക്കാൻ ഒക്കുന്നവയാണ്. ഡോക്ടർ സുരേഷ് കുമാർ, ഇപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യാൻ മനുഷ്യൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കും? ഇതിൽ മരണത്തെക്കുറിച്ചുള്ള ആലോചനകൾ യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകൾ തന്നെയാണ്. ഞങ്ങൾ ഈ ഡെത്ത് കഫേ എന്ന് പറഞ്ഞിട്ട് 10-20 പേര്, ചെറിയ ഗ്രൂപ്പുകൾ, കാരണം വലിയ ഗ്രൂപ്പിലത് ഓടില്ല, 10-20 പേര് വട്ടത്തിലിരുന്നിട്ട് അവനവൻ്റെ മരണത്തെ പറ്റിയുള്ള ആശങ്കകൾ, അതിനെപ്പറ്റിയുള്ള ബേജാറുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പൊതുവെ. അപ്പോൾ ഇതിൽ നമ്മൾ അത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുക, നമുക്കറിയാം അത്, പക്ഷേ നമ്മളെ ബോധതലത്തിൽ തന്നെ തിരിച്ചറിയുക, ഒന്ന് നമ്മുടെ കയ്യിലുള്ള ടൈം ലിമിറ്റഡ് ആണ്, അനന്തമായിട്ടുള്ള ഒരു സമയമല്ല നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ അതെങ്ങനെ, അത് വളരെ പ്രീഷ്യസ് ആണ്, നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് പ്രധാന ഒരു ഔട്ട്കം, അല്ലെങ്കിൽ ഈ ഡെത്ത് കഫേകളുടെ ഒരു പ്രധാന ഔട്ട്കം, എൻ്റെ സമയം എങ്ങനെ ഞാൻ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചില ആലോചനകൾ വരും. അത് കാരണം ചെയ്തു തീർക്കാൻ എന്തുണ്ട്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് മരണത്തോടടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരു സംവിധാനം, രാജഗോപാലൻ സാറിനെ പോലെ തന്നെ പാലിയേറ്റീവ് കെയർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ശതമാനം, വലിയൊരു നമ്പർ ആൾക്കാർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് മരിച്ചു പോയിട്ടുണ്ട്, അല്ല അതിൻ്റെ ഹോം കെയറിലൊക്കെ മരിച്ചു. ഒരു ചെറിയ ശതമാനം ആൾക്കാരുമായിട്ട് മരണത്തെപ്പറ്റി നേരിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് പക്ഷേ സാധാരണഗതിയിൽ സമൂഹം സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ചികിത്സിക്കാൻ വന്ന ഡോക്ടർ രോഗിയോട് നിങ്ങളെങ്ങനെ മരിക്കാനാണ് എന്നുള്ള ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ വളരെ ക്രൂവലായിട്ട് തോന്നാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ചിലർ രോഗികൾ തന്നെ താല്പര്യം എടുത്തിട്ട്, കാരണം ഇത് വീട്ടിൽ സാധാരണ സമ്മതിക്കില്ല, അയാൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ എന്ന് പറയുന്ന തുടങ്ങുമ്പോൾ മകനോ മകളോ ഭാര്യ പറയും, അയ്യോ ഇപ്പം എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്, സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ ഇത് കേൾക്കാൻ തയ്യാറാണ്, സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ അതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ അതിൽ പലപ്പോഴും ഈ റിഗ്രറ്റ്സ്, ഒരു കോമൺ പാറ്റേൺ ഉണ്ട്, റിഗ്രറ്റ്സ് ആണ്. റിഗ്രറ്റ്സിൽ ഏറ്റവും പ്രധാനം ഇതാണ്, അതായത് എനിക്ക് അന്ന് ചെയ്യാമാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്തില്ല, ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. അതായത് നമ്മൾ പ്രധാനമെന്ന് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഒരു പ്രധാന വ്യത്യാസം. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു അളവ് എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. മരണത്തെ പറ്റി നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്നും കൂടി പ്ലാൻ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ വ്യക്തികളുടെ ഇടയിൽ വലുത്. പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഇടയിൽ ഇല്ലാണ്ടാവുമെന്ന് പറയുകയും തിരിച്ചറിയുകയും ആ സമയത്ത് നമ്മളിപ്പോൾ പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രധാനമല്ല മനുഷ്യന് എന്നുള്ള തിരിച്ചറിവ്, ഇത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ആൾക്കാർ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സംഭാഷണങ്ങളിൽ തന്നെ വരുന്നത്, അയൽക്കാരനുമായിട്ട് കുറേ ദീർഘകാലമായി നിൽക്കുന്ന ഒരു വഴക്ക്, അല്ലെങ്കിൽ മകനോ മകളോ ആയിട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വളരെ ഒഴിവാക്കാവുന്നതും നിസ്സാരവുമാണ്. നമ്മുടെ ഒരുപാട് ഈഗോ പ്രശ്നം, ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനും കൂടി നമ്മൾ ഈ ഒരു, പക്ഷേ ഈ പറയുന്ന ആലോചന, ഈ പറയുന്ന സത്യസന്ധമായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ആലോചന എന്തോ കാരണവശാൽ, പല കാരണവശാലും വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇതിനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ എല്ലാ റിലീജിയൻസും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന മരണത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്, എന്തുകൊണ്ടും മരിക്കും. പക്ഷേ ഇത് ഒരു ഡിസ്കണക്റ്റ് വന്നു പോയിട്ടുണ്ട്. ഇത് വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരോട് ഈ പുസ്തകം വായിക്കുന്നു, അതൊരു വഴിക്ക് പോകും, അവനവൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു പ്രധാന പോയിന്റ്,
ആൾക്കാർ മരണത്തെപ്പറ്റി സംസാരിക്കണം, ചർച്ച ചെയ്യണം, സ്വന്തം മരണത്തെപ്പറ്റി ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ പലപ്പോഴും കേട്ടിരുന്ന സാധനം അത്ര നെഗറ്റീവ് ഡാർക്ക്, അത് നെഗറ്റീവോ ഡാർക്കോ അല്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ മരണം സംഭവിക്കാൻ പോകുന്നുണ്ട്, അതൊരു ദിവസം സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ്. അതുവരെയുള്ള ജീവിതം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് കൂടെ ഈ പറയുന്ന നമ്മൾ നാളെ മരിച്ചുപോയി, നമ്മളിൽ ആൾക്കാർക്ക് താല്പര്യമില്ല, ഒരു പൊതുവെ സന്തോഷമുള്ള കാര്യമല്ല നാളെ മരിച്ചു പോകും എന്ന് പറയുന്നത്, പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്, തീരുമാനിക്കാനുണ്ട്. ജീവിതം കുറേ കൂടി പ്ലാൻ ഉണ്ടാവും. നമ്മൾ ഒരു അപ്രധാനമല്ലാത്ത ചില്ലറ ഇഷ്യൂ വെച്ചിട്ട് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, അതില്ലാണ്ടാവും. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ മരണശയ്യയിൽ കിടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റ് വ്യക്തികളോടുള്ള വിദ്വേഷത്തെക്കുറിച്ചൊക്കെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്തത് തെറ്റായിപ്പോയി, അവരോട് ക്ഷമിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നേരത്തെ ഉണ്ടായാൽ ഒരുപക്ഷെ അത് ഇത്തരം തെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്താൻ കഴിയും, അത് മനുഷ്യരെ കുറെ കൂടെ നല്ല മനുഷ്യരാക്കുന്നതാണോ? അതെ, എൻ്റെ ഒരു പ്രധാന പോയിന്റ് അതാണ്. അതായത് നമ്മൾ മരണത്തെ പറ്റി ആലോചിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോഴല്ല. ആ സമയത്ത് ഒരുപാട് റിഗ്രറ്റുകളാണ് വരിക. പിന്നെ ആ സമയത്ത് ഇത് ഒരു പൊതുവെ ഇപ്പോഴത്തെ നിലയിൽ സൊസൈറ്റി അനുഭവിക്കണം എന്നുമില്ല. നമ്മൾ മരണത്തെ പറ്റിയുള്ള ആലോചന തുടങ്ങേണ്ടത് നമ്മളിപ്പോൾ മരിക്കാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും. നമ്മളൊരു വീട് വെക്കാനുള്ള ആലോചന നമ്മൾ വീട് പണി തുടങ്ങിയിട്ടല്ലല്ലോ ആലോചിക്കുക. അതേ മട്ടില്ലേ നമ്മൾ ഇങ്ങനൊരു കാര്യം വരാനുണ്ട്, ഇപ്പൊന്നും അല്ല, പക്ഷെ അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും ചേർക്കേണ്ടതിൽ ഇപ്പം എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ, എന്തെങ്കിലും ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടോ, അതിലിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതാണ് ആലോചന. അപ്പോൾ അത് നാച്ചുറലി അത് ജീവിതത്തെ പറ്റിയുള്ള ആലോചനയാണ്. ശ്രീ റഫീഖ് അഹമ്മദ്, ഇപ്പോൾ നിങ്ങൾ മരണത്തെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു സർഗാത്മകതയുടെ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ സർഗാത്മകമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. പക്ഷേ പലർക്കും ഇത് അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെയോടോ അമ്മയോടോ അതല്ലെങ്കിൽ എൻ്റെ മകളോടോ ഒന്നും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനാ ഈ കാര്യം സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം വരണം. അപ്പോൾ പക്ഷേ ഈ സർഗാത്മകമായ ചിന്തകളിലൂടെ താങ്കൾക്ക് ഇത് കൂടുതൽ ഒരുപക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്കൾക്കും ഈ അനുഭവമുണ്ടോ? ഇത് ഈ കവിത എഴുതിയിട്ടും അല്ലെങ്കിൽ മറ്റ് കവിതകൾ മരണത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടും സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഈ കാര്യം സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തിപരമായ അനുഭവം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എൻ്റെ മരണം എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മരണം എനിക്ക് വേവലാതി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം അവർ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മരണം തന്നെയാണ് നമുക്ക് മരണം എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ മരണം ഒരിക്കലും നമ്മൾ അനുഭവിക്കുന്നില്ല, നമ്മൾ അറിയുന്നുമില്ല. അപ്പോൾ അതിലൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പല മരണങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള അങ്ങനെ എൻ്റെ വളരെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ മരണം കണ്ടിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഫാദറിൻ്റെ തന്നെ മരണം ഈ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആളുകൾ പറഞ്ഞ് നിർബന്ധിച്ചിട്ടും ഞങ്ങളത് തടഞ്ഞു, വേണ്ടെന്ന്. കാരണം 96 വയസ്സായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഇനി പഴയ ഒരു ലോകത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാം ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായിട്ട് എല്ലാവരും അടുത്ത് കിടന്ന് മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ എടുത്ത തീരുമാനം. അങ്ങനെ ശരിക്കും മരണം അങ്ങനെ തണുപ്പ് കാലിൽ പടർന്നു അങ്ങനെ പതുക്കെ വന്ന് കണ്ണുകൾ മറിഞ്ഞു പോകുന്ന വരെയുള്ള അവസ്ഥ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ അന്ന് വളരെയധികം വിഷമം തോന്നി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു തരത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു സുന്ദരമായ കാര്യം കൂടിയാണ്. നമുക്കത് കാരണം നമുക്ക് ആകപ്പാടെ ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു സംഗതി മരണം മാത്രമാണ്. ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ സൂര്യൻ ഉദിക്കുമോ എന്നുള്ളതും ചിലപ്പോൾ ഉദിച്ചില്ല എന്ന് വരാം. കാരണം ഏതെങ്കിലും ഭൂമി പൊട്ടിത്തെറിച്ച് പോവുകയൊക്കെ ചെയ്യാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തതുകൊണ്ടും അത് നമ്മുടെ ജീവിതത്തിനൊരു ക്വാളിറ്റി നൽകുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഒരു ധാരണ. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മരണം എന്ന് പറയുന്നത് ഒരു സുനിശ്ചിതമായിട്ടുള്ള വസ്തുതയാണെന്നുള്ളതും അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതും നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇടപഴകുന്ന പല നിസ്സാരതകളിലെയും പല അല്പത്തങ്ങളെയും പിന്നെ വേറെ രീതിയിൽ നോക്കിക്കാണാൻ നമുക്ക് ഒരു ആ തരത്തിലുള്ളൊരു കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്ന തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ പല അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ വർഗീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അത്തരത്തിലുള്ള വളരെ നിസ്സാരമായിട്ടുള്ള അസംബന്ധം നിറഞ്ഞിട്ടുള്ളതുമായ പല കാര്യങ്ങളെയും നമുക്ക് വേറൊരു കണ്ണിലൂടെ കാണാൻ മരണമുണ്ട് എന്നുള്ള ഒരു അറിവ്. പിന്നെ മരണത്തിന് ശേഷം എന്തൊക്കെയാണെന്നുള്ള അത് എല്ലാ മതങ്ങളുടെയും മൂലധനം അതാണ്.
മരണത്തിന് ശേഷം അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് മതങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ അടിത്തറ വളരെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും പോലും മരണത്തിന് ശേഷമുള്ളതോ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ തീർത്തും അജ്ഞാതമായിട്ടുള്ള കാര്യമാണ്. ഈ ഇപ്പോൾ ഉള്ള സമയം മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതും വളരെ ക്ഷണികമാണെന്നുള്ള ഒരറിവ് നമ്മളെല്ലാം സാധാരണ മനുഷ്യരെ പോലും ദാർശനികരാക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ രാജഗോപാൽ, ഇപ്പോൾ റഫീഖ് അഹമ്മദ് പറഞ്ഞ ഒരു കാര്യം, ഈ ആത്മീയമായ ചിന്തകൾ, പ്രാർത്ഥന, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കലി ഉള്ള പാലിയേറ്റീവ് കെയറോ അല്ലെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനപ്പുറം പ്രാർത്ഥന ഇതൊക്കെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ മനുഷ്യനെ വേറൊരു തരത്തിൽ കൊണ്ടുപോകുന്നതിന് ഉപകരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മനുഷ്യരിൽ വലിയൊരു വിഭാഗം ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ഇത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്ന് പ്രത്യാശയോടെ കാണുന്നവർ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം അത്തരത്തിലുള്ള ആത്മീയ ചിന്ത മനുഷ്യനെ ഏത് മതത്തിലേതായാലും ആത്മീയ ചിന്ത മരണത്തെക്കുള്ള ചിന്താഭാരം ലഘൂകരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ടോ? ഒരുപാട്. പക്ഷേ അത് വളരെ വ്യക്തിപരമാണ്, ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. താങ്കളുടെ മരണാനന്തര ചിന്തകൾ, മരണാനന്തര കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ താങ്കളുടേതുമായി പൊരുത്തപ്പെടണമെന്നില്ല. അത് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം. ഞാൻ രോഗത്തെ കണ്ടാൽ പോരാ, ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി ആ വ്യക്തിയുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിക്കണം. ഒരു കൈ വയ്ക്കാൻ ഞാൻ തയ്യാറാവണം. എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും. കുറേ ബുദ്ധിമുട്ടുന്നുണ്ടെന്നല്ലേ? ഏറ്റവും വിഷമിക്കുന്ന കാര്യം എന്താ എന്ന് ഞങ്ങൾ പേര് മാത്രം ഉള്ളപ്പോൾ ചോദിച്ചാൽ അപ്പോൾ വരും. മോൾക്ക് ഡേറ്റ് ഒക്ടോബറിലാണ്. ഞാൻ അതുവരെ ഉണ്ടാവില്ല ഡോക്ടറെ, എനിക്ക് കൊച്ചുമോളെ കാണാൻ പറ്റില്ല. ഇതാണ് ആ വ്യക്തിക്ക് ഏറ്റവും വലുത്. അത് അപ്രധാനമാണെന്ന് പറയുന്നതിൽ അങ്ങ് വിചാരിക്കാൻ ഒക്കുമോ? അവിടെ നമുക്ക് ആ ജീവിതം നീട്ടിക്കൊടുക്കാൻ നമുക്ക് ICU യൂണിറ്റിലിട്ട് ഹാർട്ടിന് പകരം മെഷീനും വെച്ചാൽ നോക്കാം എന്ന് പറയുന്നതിൽ എന്തൊരു ക്രൂരതയായിരിക്കും. അതിനു പകരം ഞങ്ങൾ ചെയ്തത്, ആ അമ്മ കൊച്ചുമകൾക്ക് വേണ്ടി കുറേ റെക്കോർഡിംഗ് ഉണ്ടാക്കി. 3 വയസ്സിലും 4 വയസ്സിലും 5 വയസ്സിലും 15 വയസ്സിലും ഒക്കെ കേൾക്കാൻ ഓഡിയോ റെക്കോർഡിങ് ഓരോ ജന്മനത്തിനും പ്ലേ ചെയ്യാൻ. ഒരു ലെഗസി. ഞാൻ പോയി കഴിഞ്ഞാലും എൻ്റെ സ്നേഹം എൻ്റെ കൊച്ചുമോനോ കൊച്ചുമോൾക്കോ കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസം. ഇത് വളരെ വ്യക്തിപരമാണ്. ചിലർക്ക് വേറെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് നേരിട്ടറിയാം. എല്ലാവരെയും ഉപേക്ഷിച്ച് സ്ട്രോക്ക് വന്ന് കിടന്ന ഭാര്യയെ ഉപേക്ഷിച്ച് കാശിക്ക് പോയ ആളിനെ. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിലും ആ യാത്രയിലും ആ വിശ്വാസത്തിലും വിഘാതം നിന്ന് ഞങ്ങളുടെ ട്യൂബുകളും മെഷീനുകളും ഉപയോഗിച്ച് അതിന് വിലങ്ങുതടിയാവുന്നത് ക്രൂരതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം, രാജീവിൻ്റെ ഈ ലോകത്തല്ലാതുള്ള ജീവിതത്തിനെ പറ്റിയുള്ള വിശ്വാസം താങ്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന് വിഘാതം നിൽക്കുന്നത് ചിലപ്പോൾ മതവും ആവാം. അതൊരു ക്രൂരതയാണ് പലപ്പോഴും. ഡോക്ടർ സുരേഷ്, ഇപ്പോൾ ഈ നമ്മൾ ലൈഫ് സേവിങ് സിസ്റ്റത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് സേവിങ് കെയർ. അപ്പോൾ ജീവൻ രക്ഷാ മരുന്ന്, ജീവൻ രക്ഷാ സംവിധാനം, അല്ലെങ്കിൽ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഏത് ജീവനാണ് രക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ജീവനെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ള വളരെ റാഷണലായിട്ടുള്ള ചിന്തകളും ആവശ്യമല്ലേ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ നിങ്ങൾ രാജമോഹൻ സാറിനോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു റെസ്പോൺസ്, ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമോ എന്നുള്ള വളരെ ഇതിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ദീർഘകാലമായിട്ട് രോഗികളോട് സംസാരിച്ചിരിക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ദീർഘകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഒരു കൊല്ലത്തിൽ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ 2500 പേഷ്യൻസാണ്. ഒരു 70% ഞങ്ങളുടെ കേരളം മരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ 50,000-50,000 കൂടുതൽ മനുഷ്യരെ പറ്റിയാണ്. അതിലൊരു കാര്യം വളരെ കൃത്യമായിട്ടുള്ളത്, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ചില മെച്ചങ്ങളുണ്ട് മരണത്തെ ഫേസ് ചെയ്യാൻ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ 99% സോക്കോൾഡ് വിശ്വാസികളും വിശ്വാസികളല്ല. വിശ്വാസം എന്ന് പറയണമെങ്കിൽ അത് അന്ധമാവണം. അതായത് വാട്ട് എവർ കംസ് യു സ്റ്റിക്ക് ടു ഇറ്റ്. നിങ്ങൾ തീരുമാനിക്കുന്നു, ഓക്കെ ഇതല്ല ജീവിതം, ഇത് കഴിഞ്ഞിട്ടൊരു വേറൊരു ജീവിതമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ അല്ലെങ്കിൽ ഒരു പുനർജന്മമുണ്ട്. ഇത് നിങ്ങൾ 100% വിശ്വസിച്ചില്ലെങ്കിൽ, ചെറിയൊരു ഇടർച്ച അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ
നിങ്ങൾക്ക് സംശയമായി ഇങ്ങനെ ഉണ്ടാവുമോ, നാളെ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇനി സ്വർഗത്തിലേക്ക് പോവോ, സ്വർഗം ഉണ്ടോ എന്നുള്ളൊരു ആലോചന മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമുള്ള ഒരു ആലോചനയാണ് അത്. പക്ഷേ അത് ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്ന 100% എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഫെയ്ത്ത് അത് വളരെ കുറവാണ്. അത് തിരിച്ചുള്ള അവിശ്വാസവും അന്ധമായിട്ടുള്ള അവിശ്വാസം നമ്മുടെ 99% ആൾക്കാരും വിശ്വാസമോ അവിശ്വാസമോ ഒരു 50% ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. നമുക്കതിൽ സംശയങ്ങളുണ്ടാവും. നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും ഇതുള്ളതാണെന്ന്, ചില സമയത്ത് നമുക്ക് തോന്നും ഇതില്ലാത്തതാണെന്ന്. അങ്ങനെ ഒരു കാര്യം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് എളുപ്പമല്ല. ഇപ്പം ഞാൻ പേഴ്സണലി എനിക്കറിയാം 100% വിശ്വാസിയാണെങ്കിൽ ഒരു മെച്ചമുണ്ട് ഈ മേഖലയിൽ. പക്ഷേ ചിലരിപ്പം എന്നെ കൊണ്ടത് പറ്റില്ല. നമുക്ക് അവിശ്വാസം അതിൻ്റെ കൂടെയുള്ള സംശയങ്ങൾ തലപൊക്കും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അതല്ലാതെ നമ്മളിത് ഫേസ് ചെയ്ത് മുഴുവൻ വിശ്വാസം, അത് മതവിശ്വാസം മാത്രമാവണമെന്നില്ല, 100% രാഷ്ട്രീയ വിശ്വാസമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഇമ്മറ്റീരിയലാണ്. നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. പക്ഷേ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് നടക്കാവുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞതാണ് മരണത്തിൻ്റെ രക്ഷിക്കേണ്ട ജീവൻ, അതായത് മരണം മരിക്കേണ്ടതല്ലാത്ത ജീവിതങ്ങളും ഇനി മരിച്ചേ മതിയാവൂ എന്നുള്ള ജീവിതങ്ങളും അങ്ങനെ കരുതുന്നത് മരണത്തിന് വിട്ടുകൊടുക്കാൻ കരുതുന്നത് തെറ്റാണോ? അല്ല, അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളിപ്പം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും മരണത്തിലേക്ക് എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് കണ്ടീഷൻസ്, കുട്ടികളുടെ അവോയ്ഡബിൾ ഡെത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ആ പരിതസ്ഥിതിയും അയാളുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റയും ഒക്കെ അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. കുറേ കൂടി നിങ്ങൾ സമ്പന്നനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവോയ്ഡബിൾ അല്ലാത്ത ഡെത്തുകൾ വരാം. ചില നമ്മളായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല പറയുന്നത്. ചിലത് നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനത്തെ മരണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മറ്റേതിൻ്റെ ഇഷ്യൂ അവോയ്ഡബിൾ ഡെത്ത് ഡെഫിനറ്റായിട്ടും നിർബന്ധമായിട്ടും ഇപ്പോൾ ആക്സിഡൻ്റൽ ഡെത്തുകൾ, കുട്ടികളിലുള്ള ഡയറിയൽ ഡെത്തുകൾ, മാൽന്യൂട്രീഷൻ, ഇൻഫെക്ഷസ് ഡിസീസ്, ഒരുപാട് ഡെത്തുകൾ അവോയ്ഡബിളാണ്. അത് പക്ഷെ വേറെ പല ആരോഗ്യ രംഗത്തിന് പുറത്തുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഡെത്തിലേക്ക് എത്തുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യപ്പെടണം. പക്ഷേ തീർച്ചയായും മരണത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇയാൾക്ക്, ഞാൻ പറയുന്നത് അയാളെ മരണത്തിന് വിട്ടുകൊടുക്കണമല്ലോ, അയാൾക്ക് ചോയ്സ് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് പ്രൊലോങ് ചെയ്യപ്പെടണോ, അല്ല നിങ്ങൾക്ക് ഇത് ഗിവ് അപ്പ് ചെയ്യണം എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ചോയ്സാണ് പ്രശ്നം. അതായത് നമ്മൾ പുറത്തുനിന്ന് സൊസൈറ്റി നിങ്ങൾക്ക് ഈ ചോയ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ICU കിടക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു ദിവസമെങ്കിലും, ഇപ്പം നമ്മൾ ഇനി എല്ലാവിധ അന്വേഷണങ്ങളും നടത്തിയിട്ടും ഇനി ഒരു 6 മാസത്തിൽ കൂടുതൽ ജീവിതം ഇല്ല എന്നുള്ള ഒരു വിവരം അറിഞ്ഞാൽ, ഞാൻ പേഷ്യൻസിനോട് സംസാരിച്ചിട്ടുണ്ട്, പലരുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇത് 6 മാസവും ഒരു ദിവസവും കൂടി ആക്കി നീട്ടിക്കിട്ടാൻ പറ്റുമോ, അതിനുവേണ്ടി എന്തും ചെയ്യും. അപ്പോൾ അത് പക്ഷേ നമ്മൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെയാണ് ചോയ്സ്, ഇങ്ങനെയാണ് സാധ്യതകളുള്ളതെന്ന് അറിഞ്ഞാൽ തിരിച്ചറിയാൻ. ഒരാൾക്ക് ICUവിൽ കിടന്ന് മരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് ദീർഘകാലം വെന്റിലേറ്ററിൽ കിടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാവരുടെ മേലും അത് അടിച്ചേൽപ്പിക്കരുത്. അതാണ്. അല്ല ഡോക്ടർ, അവിടെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ രക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നലുണ്ടായാലും ഒരു പക്ഷേ ചിലപ്പം തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി കഴിഞ്ഞാൽ ബന്ധുക്കൾ, ക്ലോസ് റിലേറ്റീവ്സിനായിരിക്കും ഈ തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുക. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാലും ബന്ധുക്കൾ സമ്മതിക്കാത്ത സിറ്റുവേഷനും ഇല്ല. ഉണ്ട്. ഇതിലാണ് നേരത്തെ രാഘവൻ സാർ പറഞ്ഞ നമ്മുടെ ലിവിങ് വില്ലിനൊരു സാധ്യത വരുന്നത് ഒരു എക്സ്ക്യൂസാണത്. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട്, നിങ്ങളെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഇത് ചർച്ച ചെയ്യണം. എന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എഴുതി വച്ചിട്ടുള്ള ചില ആൾക്കാർ പിന്നെ സമൂഹം അത് കുറേ കൂടി നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കുറച്ചും കൂടി മുകളിലെ ശ്രേണിയിലുള്ള ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നത്. അത് വേണ്ട ഇത് വേണ്ടെന്ന് മൂപ്പർ പറയുക, എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള വളരെ അറിയപ്പെടുന്ന മാതൃഭൂമിയിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു പഴയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, അറിയുന്ന ആളാണ്, പേര് ഞാൻ പറയുന്നില്ല. ഇവരൊരു ഭാര്യയോട് സംസാരിച്ച് ഒരു ഡോക്യുമെൻ്റ് എഴുതിയിട്ട് സൈൻ ചെയ്യിച്ച് എൻ്റെ കയ്യിൽ തന്നിരുന്നു, ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നു, വേറെ 2-3 സുഹൃത്തുക്കൾ കൊടുത്തു. അത് ഇന്ന രീതിയിൽ എനിക്ക് പ്രൊലോങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ സുരേഷ് തീരുമാനം എടുക്കണം.
എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭാര്യ സൈൻ ചെയ്ത് ഇയാൾ സൈൻ ചെയ്ത്. പക്ഷെ മൂപ്പര് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിന്നെ സ്പ്രെഡ് ചെയ്തതാണ്. മൂപ്പര് ബോധം സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ ഇടപെട്ടു. വളരെ പ്രസിദ്ധരായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പല സെലിബ്രിറ്റീസും ഇടപെട്ടു. ഭാര്യയോട് പറഞ്ഞു ഇതൊന്നും, മൂപ്പരങ്ങനെ പലതും പറയും, പക്ഷെ മൂപ്പരെ ചികിത്സിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചോ അതേ രീതിയിലാണ് അത് ICUവിൽ കിടന്ന് ബുദ്ധിമുട്ടി. പിന്നെ മരണശേഷം ഇത് പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണം, സംസ്കാരം ചെയ്യണം എന്ന് പറഞ്ഞു. ഇല്ല, മകള് USA ഒരു മകളേ ഉള്ളൂ. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇങ്ങനെ എഴുതി വെച്ചു. പക്ഷെ നാട്ടുകാർ പറഞ്ഞു പറ്റില്ല, പൊതുദർശനം പാടില്ല എന്ന് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു പറ്റില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെത്ത് സിസ്റ്റം. നിങ്ങൾക്കൊരു രീതിയിൽ മരിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് വളരെ വലിയ റെസിസ്റ്റൻസാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആൾക്കാരോട് സംസാരിക്കാനും ഏർപ്പാടുണ്ടാക്കാനും നേരത്തെ, അതിനാണ് ഈ ലിവിങ് വില്ല് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുക. അത് രജിസ്റ്റർ ചെയ്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് ഇത് തടയാനൊന്നും പോകുന്നില്ല. പക്ഷേ അതിനോട് ചേർന്നിട്ടുള്ള ചർച്ചകൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും, ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് മാനിക്കണം. റഫീഖ് അഹമ്മദ്, ഇപ്പോൾ ഈ ജീവിതത്തെക്കുറിച്ച് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തീരെ നിസ്സാരമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നതിനകത്ത് വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയുണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. അത് ജീവിതം നാളെ എന്ത് സംഭവിക്കില്ല എന്നുള്ള കാര്യം, അത് മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ചിലർ പേടിയോടെ, വളരെ ചുരുക്കം ആളുകൾ ഒരുപക്ഷെ എൻ്റെ മരണമുണ്ടാകും, അതിനെ നന്നായിട്ട് നേരിടണം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്തെല്ലാം അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ അനിശ്ചിതാവസ്ഥയുടെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഒക്കെ, നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് മരണമായി, അതിൻ്റെ സൗന്ദര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അനിശ്ചിതാവസ്ഥയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. ഈ എല്ലാം ഉണ്ട് എന്നുള്ളതും നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ യാതൊരു ആകാംക്ഷയില്ലാത്തതുകൊണ്ടാണ് സ്വർഗത്തിലെ ജീവിതം മഹാബോറായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് എല്ലാം അറിയാവുന്നതാണ്. ഇത് നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ അത് മധുരമുള്ളൊരു സംഗതിയായിട്ട് മാറ്റുന്നത്. മധുരമുള്ളതും ഭയപ്പെടുത്തുന്നതും ഒക്കെ പലതരത്തിൽ അതിൻ്റെ സങ്കീർണമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി ജീവിതം നമ്മളെ മോഹിപ്പിക്കുന്നതും ഇഷ്ടപ്പെടുത്തുന്നതും അതിൻ്റെ ഈ അനിശ്ചിതത്വം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ ചില പഴയ ഏതോ ഒരു ഐതിഹ്യമലയിലൊക്കെ ഒരു കഥയുണ്ട്. ഒരു ഭയങ്കര തടി കൂടിയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ശരീരം മെലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതും ഒരു വൈദ്യരുടെ അടുത്ത് പോകുന്നതും വൈദ്യർ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് അത്ര കഷ്ടപ്പെടാനുള്ളത്, 6 മാസം കൊണ്ട് നിങ്ങൾ മരിക്കും എന്ന് പറയണം. അങ്ങനെ 6 മാസം പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഇയാൾ വളരെ ശോഷിച്ച ശരീരത്തോട് കൂടിയിട്ട് വൈദ്യരുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ മരിച്ചില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാ രീതിയായിരുന്നു. അങ്ങനെ ഭയം കൊണ്ടും അങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ മരണത്തെ പറ്റിയിട്ട് ഇന്ന ദിവസം മരിക്കും നമുക്കറിയാം, പക്ഷേ അത് നേരത്തെ കൂട്ടി അറിയുമ്പോൾ അല്ല ഇന്ന ദിവസം മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അനിശ്ചിതത്വം തന്നെയാണ് അതിൻ്റെ സൗന്ദര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ മരണമെത്തുന്ന നേരത്ത് എന്ന കവിത ഇപ്പം ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഇനി അത് വീണ്ടും ചൊല്ലുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഒരു പക്ഷേ മറ്റൊരു കവിത ചൊല്ലാമോ? അത് ആ കവിത വളരെ ഭംഗിയായിട്ട് നല്ല ഗായകന്മാർ ഒക്കെ ചൊല്ലിയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാനത് വൃത്തികേടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. മരണം എന്നാൽ എന്ന് പറഞ്ഞൊരു കവിതയാണ്. മരണം എന്നാൽ ഒരാളുടെ ശരീരം അയാളുടെ അനുവാദമില്ലാതെ ഇലകളും പൂക്കളുമാവാൻ നിശ്ചയിക്കുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത്. അതിൽ മണ്ണിരകൾ പുളയ്ക്കുവാൻ, വേരുകൾ പടരുവാൻ തീരുമാനിക്കുന്നതിനെ, കാറ്റ്, മഴ, വെയിൽ, ചൂട്, തണുപ്പ് എല്ലാറ്റിനും താലോലിക്കാൻ വിട്ടുകൊടുക്കുന്നതിനെ, ഒരാളുടെ ശരീരം അയാളുടെ അനുവാദമില്ലാതെ ഇലകളും പൂക്കളുമാവാൻ നിശ്ചയിക്കുന്നതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത്. അതിൽ മണ്ണിരകൾ പുളയ്ക്കുവാൻ, വേരുകൾ പടരുവാൻ തീരുമാനിക്കുന്നതിനെ, കാറ്റ്, മഴ, വെയിൽ, ചൂട്, തണുപ്പ് എല്ലാറ്റിനും താലോലിക്കാൻ വിട്ടുകൊടുക്കുന്നതിന്, അയാളുടെ കണ്ണുകൾ അകംകാഴ്ചകളിലേക്ക് മടങ്ങുന്നതിന്, അയാളുടെ കാതുകൾ ജീർണിച്ചവ മണ്ണിൽ അലിയുന്നതിൻ്റെ സംഗീതം ശ്രവിക്കാൻ തുടങ്ങുന്നതിന്, ഉപരിതലത്തിൽ ഇപ്പോൾ ഇല്ലാത്തവരിലേക്ക് കൈനീട്ടാൻ ശ്രമിക്കുന്നതിന്, പണ്ട് കളഞ്ഞുപോയവയെ, വീണുടഞ്ഞവയെ സന്ദർശിക്കാൻ ഇറങ്ങുന്നതിന്, വേരുകളുടെ അറ്റത്ത് ചെന്ന് നനവായി ഇലത്തുമ്പത്തേക്ക് വരാനും നീരാവിയായി ആകാശത്ത് നീന്താനും പുറപ്പെടുന്നതിന്, വേരുകളുടെ അറ്റത്ത് ചെന്ന് നനവായി ഇലത്തുമ്പിലേക്ക് വരാനും നീരാവിയായി ആകാശത്ത് നീന്താനും പുറപ്പെടുന്നതിന്,
ഒരുപാട് നടന്ന വഴികൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് ചെന്നു നോക്കുന്നതിനെ. ഒരുപാട് നടന്ന വഴികൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് ചെന്നു നോക്കുന്നതിനെ, അതിനെയൊക്കെയാണ് മരണം എന്ന് വിളിക്കുന്നത്. ഡോക്ടർ രാജഗോപാലിനോടും ഡോക്ടർ സുരേഷിനോടും വളരെ ക്വിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പഴയ കവിതയിൽ കേട്ടത് അല്ലെങ്കിൽ ഈ കവിതയിൽ കേട്ടത് ഇതുപോലെ മരണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങേണ്ട കാലം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണമുണ്ട്. നാളെ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അനിശ്ചിതമാണ് ജീവിതം എന്ന് പറയുന്നത്. ഡോക്ടർക്ക് അവസാനമായി പറയാനുള്ളത് എന്താ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ധൈര്യപ്പെടണം. ഇതിനെപ്പറ്റി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പറ്റി മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെ പറ്റി, നമ്മളുടെ അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ പറ്റി അനാവശ്യമായ ഒരു വലിയ ദുരന്തം അവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതിനെപ്പറ്റി ചിന്തിച്ചേ പറ്റൂ. ഭയം തോന്നാം. ഭയം തോന്നുന്നെങ്കിൽ അതിജീവിക്കാൻ ശ്രമിക്കണം. അത് നമ്മളുടെ ഭാവിയെ അത്രയും വലുതായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഒറ്റ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, അവരവരിടപഴകുന്ന സമൂഹത്തിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ ശ്രമിക്കുക. ഒരുപാട് നന്മയുണ്ടാകും. അതുകൊണ്ട് രാജീവിൻ്റെ ചോദ്യത്തിലൊരു ചെറിയ പ്രശ്നമുള്ളത്, നിങ്ങൾ മരണത്തെ ഒരു മൊമെൻ്റായിട്ട് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. അവസാന ശ്വാസം വലിക്കലാണ്. പക്ഷെ മരണം അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതായത് ഈ ഒരു 10% ആൾക്കാർ മാത്രമേ പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ളൂ. സഡൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതായത് ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ വലിയൊരു ഹാർട്ട് അറ്റാക്ക് ആവാം, ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ഹോമിസൈഡ് ആവാം, ആരെങ്കിലും ഒരാൾ വന്ന് നമ്മൾ. അത് 10%. 90% ആൾക്കാർ ഒരു പീരീഡ് മരണത്തിന് മുമ്പുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി മരണത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് നിങ്ങളെപ്പോഴാണ് മരിക്കാൻ തുടങ്ങുന്നത്? നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നത്, ചിലർ പറയും നമ്മൾ 75 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഇതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മൊമെൻ്റ് അല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണത്തെപ്പറ്റി സംസാരിക്കണ്ട. അതവിടെ ഇരുന്നോട്ടെ, അത് വരും. ചെറിയൊരു ശതമാനം നമ്മളിപ്പോൾ ഇരിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 5-10 പേർക്കേ അത് സാധ്യമാവുള്ളൂ. സാധ്യമാണോ അത് ഗുണമാണോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ ബാക്കി നമുക്ക് എല്ലാ ആൾക്കാർക്കും നമുക്കിത് മുമ്പിൽ കാണാം. നമ്മൾ ഇപ്പോൾ 70 വയസ്സായി അല്ലെങ്കിൽ 65 വയസ്സായി, നമുക്കിപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നു. ഇതിപ്പോൾ ഇമ്മീഡിയറ്റ്ലി മരണത്തിലേക്ക് നയിക്കില്ല, പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മരണത്തിലേക്ക് എത്തിക്കുന്നു. നമുക്ക് ഒരു കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖം ഒന്നും തൽക്കാലം നമ്മൾ പിടിച്ചു വെക്കുന്നു, പക്ഷേ ഇത് ക്രമേണ മരണത്തിൽ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഈ പറയുന്ന സഡൻ അപ്രതീക്ഷിതം അല്ലെങ്കിൽ ഒരു ദിവസം സംഭവിക്കാവുന്ന ഒരു അവസാന ശ്വാസം, അതിനെപ്പറ്റി അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളൊരു പ്രോസസ്സിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാം. നിങ്ങൾക്ക് 35 വയസ്സിൽ തീരുമാനിക്കാം, ഞാൻ മെല്ലെ 60 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഈ 60 കൊല്ലം ഞാൻ എങ്ങനെ ചെലവഴിക്കണം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ സഡൻ ഡെത്ത് വളരെ കുറവാണ്. ഡോക്ടർ, ഒരു പക്ഷേ നമ്മുടെ ഈ ചർച്ച കൊണ്ട് ചിലരിലെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. അതിനെക്കുറിച്ചാണ് ചോദ്യം. ഇപ്പോൾ മരണത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഭയക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഡോക്ടർ ഉപയോഗിച്ച വാക്ക് ഹോമിസൈഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുമായിട്ട് തൊട്ടടുത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്നുള്ള തെറ്റിദ്ധാരണ ഒരുപക്ഷെ സമൂഹത്തിലുണ്ടാകാം. അതിനകത്തൊരു ക്ലാരിറ്റി കൂടി വേണം. അതില്ല, നമ്മൾ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് അത്യാവശ്യ ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം കിട്ടി മരിക്കണോ, അല്ല നിങ്ങൾക്ക് ഐസിയുവിൽ കിടന്ന് ചിലപ്പോൾ 2 ദിവസം കൂടി മരണ പ്രക്രിയ നീട്ടി കിട്ടി മരിക്കണം. ഈ ചോയ്സ് നമ്മൾ തിരിച്ചറിയണം. ഈ ചോയ്സ് നമ്മൾ അസേർട്ട് ചെയ്യാൻ തയ്യാറാവണം. ഇത് പുറത്തുനിന്ന് ഇമ്പോസ് ചെയ്യരുത്. ഇപ്പം നടക്കുന്നത് പുറത്തുനിന്ന് നിങ്ങളുടെ മേത്ത് ഈ ICU മരണം ഇമ്പോസ് ചെയ്യപ്പെടുവാണ്. അത് റെസിസ്റ്റ് ചെയ്യുക. അത് ICU മരണം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 ദിവസമെങ്കിൽ 2 ദിവസം അധികം ജീവൻ നിലനിർത്തിയാൽ മതി എന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പം പറയാനില്ല. പക്ഷേ അത് അയാളുടെ ചോയ്സ് ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നൊരു സാധനം. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് നിർത്തിക്കളയാനോ അല്ലെങ്കിൽ യൂത്തനേഷ്യ എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം, പുതിയ സാധ്യതകൾ, ടെക്നോളജി, പിന്നെ കൂടുതൽ കാലം ജീവിക്കുന്നതിനുള്ള അവസരങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ മുമ്പിൽ ചോയ്സുകൾ വന്നിട്ടുണ്ട്. ഈ ചോയ്സ് ആണെന്ന് നമ്മൾ അറിയണം. അല്ലാതെ ഇത് നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, ആശുപത്രി കൊണ്ടുപോയി കടത്തണം,
എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് റാഷണലായിട്ട് ആലോചിക്കണം. എനിക്ക് അത് കൊണ്ട് വല്ല കാര്യമുണ്ട് ആലോചിക്കുകയും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനും ചർച്ച ചെയ്യാനും തയ്യാറാവണം. എന്നിട്ട് എല്ലാവരും കൂടി തീരുമാനിക്കുന്നു. ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചാലും ചിലപ്പോൾ റെസിസ്റ്റൻസ് വരും. പക്ഷേ നമ്മൾ എൻ്റെ ആഗ്രഹം ഇതാണ്, അതിനുള്ള കാരണങ്ങൾ ഇതാണ്. നമ്മൾ ഈ പറയുന്ന ലിവിങ് വില്ല് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല എഴുതുന്നത്. നമ്മൾ ഇന്ന കാരണങ്ങൾ ആലോചിക്കുകയും ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഇന്ന ഫിലോസഫിയിൽ ഞാൻ ജീവിക്കുകയും ചെയ്തത് കൊണ്ട് എൻ്റെ ആഗ്രഹം ഇതാണ്. അതാണ്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടെർമിനൽ കെയർ അല്ലെങ്കിൽ ഹോസ്പിസ് കെയർ വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ സെറ്റപ്പ് ചെയ്യുന്നത് ആണോ ബെറ്റർ? ചില നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവൻ അറ്റ് എൻഡ് ഓഫ് ലൈഫ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പെയിനും പാലിയേഷനൊക്കെ ചിലപ്പോൾ വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇൻറ്റൻസീവ് കെയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ടെർമിനൽ കെയർ ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ പൊതുവെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയും വീട്ടിൽ കിടന്ന് മരിക്കാനാണ് അധികർക്ക് താല്പര്യം. അത് എത്രമാത്രം വീട്ടിലെ ഒരു അന്തരീക്ഷമാവാം, ബന്ധുക്കളാവാം, നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള കാണാത്ത ആൾക്കാർ, ചില സിംറ്റംസിനുള്ള ചില. അപ്പോൾ അതേസമയം ചിലപ്പോൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. വീട്ടിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ വരാൻ പറ്റാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ട് നിങ്ങളുടെ അവിടെയുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്താണ് ഓഫർ ചെയ്യുന്നത്? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കണക്കെടുത്തിരുന്നു. ആകെ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ട പേഷ്യൻസിൽ 70% വീട്ടിൽ കിടന്നിട്ടാണ് മരിച്ചത്. മറ്റു ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പൊതുവെയുള്ള ഇന്ത്യയുടെ ഡാറ്റയിൽ നിന്ന് വളരെ വ്യത്യാസം. അപ്പോൾ അതിന് സാധ്യമായത് അവിടെ 24 മണിക്കൂർ, പല സ്ഥലത്തും 24 മണിക്കൂർ കവറേജ് വരുന്നുണ്ട്. വിളിച്ചാൽ എപ്പോഴും ആളെത്തും. ഒരു എമർജൻസിയിൽ ആൾ വരുന്നു. അതുപോലെ മെഡിക്കൽ നഴ്സിംഗ് സർവീസ് കുറേ കൂടി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സൗകര്യങ്ങളനുസരിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഇത് സാധ്യമാവുക വീട്ടിലാണോ അല്ല ആസ്പത്രിയിലാണോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലാണോ? സാധാരണ ഞാൻ കേൾക്കുന്ന ഒരു പത്രത്തിൽ ആരെങ്കിലും മരിച്ചെന്ന് കാണുമ്പം എന്താ മരിച്ചത്, എങ്ങനെയാ മരിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കും. അതിനൊരു ക്ലാരിഫൈ എന്താ കാരണം എന്ന്. അങ്ങനെ എന്താ കാരണമെന്ന് ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താ മോൻ്റെ ചോദ്യം? അങ്ങനെ ചോദിക്കുന്നു. ഓരോന്നും ഓരോ കാര്യമായിരിക്കും. ഹൃദയ സംബന്ധമായ അസുഖമായിരിക്കാം, മാറാത്ത വേറൊരു രോഗമായിരിക്കാം, പലതുമാവാം. അതിനെപ്പറ്റി മോൻ്റെ മനസ്സിൽ വന്ന സംശയം എന്താ? എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ആരും ആവട്ടെ, ഏതെങ്കിലും നമുക്ക് അറിയാത്ത ആളാണെങ്കിൽ പോലും നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ സംശയം. അത് നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കാം, ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഒക്കുമായിരിക്കുമോ എന്ന് സാധാരണ ഒരു സംശയം വന്നു. വാസ്തവം പറഞ്ഞാലേ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല രാജീവേ, കുടുങ്ങിപ്പോയി. ഇതിന് ഒരുമാതിരി മരണത്തിനെ പറ്റിയുള്ള ഏത് ചോദ്യവും എനിക്ക് മനസ്സറിയായിരുന്നു. എന്തിനാ ചോദിക്കുക? എന്തായാലും ആൾ പോയി, ഇനിയിപ്പോൾ എന്തായിട്ടെന്താ എന്നുള്ളതാണ് ചോദ്യം. മോനെ, ഞാൻ അഡ്രസ്സ് തരാം. ഞാൻ വീട്ടിൽ പോയി ഒരു 24 മണിക്കൂർ ആലോചിച്ചിട്ട് മറുപടി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. സർ, നേരിട്ട് മരണകാരണമല്ലാത്ത രോഗങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് അൾഷൈമേഴ്സ്, പാർക്കിൻസൺസ് പോലത്തെ ഉള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിലെന്താണ് ചെയ്യാൻ പറ്റുക? അതായത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനല്ലാതായിപ്പോയി, എൻ്റെ മനസ്സ് മുഴുവൻ മരിച്ചിട്ട് ശരീരം മാത്രം നന്നായി മരണം വരുത്താത്തൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ അയാളെ എങ്ങനെയാണ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ സ്വയം എന്ത് തീരുമാനം എടുക്കണ്ടേ? പറയട്ടെ രാജീവ്, ഇത് പ്രത്യേകിച്ചും ഡിമെൻഷ്യ ഉള്ള അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ പ്രസക്തമായതാണ്. ഇത് വല്ലവരുടെയും കാര്യമല്ല, എൻ്റെ കാര്യമാണ്, താങ്കളുടെയും. ഒരു 10% ചാൻസ് ഉണ്ട് എനിക്ക് ക്യാൻസർ വരാൻ, 7% ഉണ്ട് ഡിമെൻഷ്യ വരാൻ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ വന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും വരും. ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താ? എന്തിനാ ചികിത്സിക്കുന്നത്? സാധാരണ സുഖത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ലെങ്കിൽ ഈ ഹൃദയവും ശ്വാസകോശവും മാത്രം നോക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയെ കാണുന്നില്ല. അവിടെ ഇൻവേസീവായിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നത് തെറ്റാണ്, വളരെ വ്യക്തമായിട്ടും തെറ്റാണ്. അവിടെ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ സൗഖ്യത്തിന് ഏറ്റവും നല്ലത് എന്താണ് അത് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ വിശപ്പില്ലാതായി ഒന്നും കഴിക്കാതാവുമ്പോൾ ഒരു ട്യൂബ് ഇട്ടിട്ട് കൈയും കാലും കെട്ടിയിടില്ല.
ഇത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും പലപ്പോഴും സാധിക്കാത്തതുമായിട്ടുള്ള കാര്യമാണ്. കാരണം കുടുംബത്തിൽ ആരെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നൊന്നും നടക്കില്ല, എങ്കിൽ പിന്നെ കുറേ ട്യൂബ് കയറിയിരിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ സൗഖ്യത്തിൽ കേന്ദ്രീകരിക്കുക. ഏറ്റവും അതിന് നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ ശ്രമിക്കുക. സാറേ, മരണത്തെ പറ്റിയുള്ള എൻ്റെ ഒരു ചിന്തയെ പിന്നെ ന്യൂമറോളജി പുസ്തകം കുറേ വായിച്ചിട്ടുണ്ട്. അതിൽ പണ്ഡിറ്റ് അളഹർ വിജയ് എന്ന് പറയുന്ന സാറ് പേരിൻ്റെ അക്ഷരങ്ങളുടെ ധ്വനികളിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും അടങ്ങിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ആൾക്കാർ നെഗറ്റീവ് സ്വഭാവം കൂടുതൽ പ്രകടിപ്പിക്കുന്നതായും പോസിറ്റീവ് അക്ഷരങ്ങളുടെ ധ്വനികളുള്ള ആൾക്കാർ പോസിറ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് അവാർഡുകളൊക്കെ കിട്ടിയ വിദേശത്തും സ്വദേശത്തുമൊക്കെ, പണ്ഡിറ്റ് അളഹർ വിജയ്, തമിഴ്നാട്ടിലെ. പക്ഷെ അദ്ദേഹം അതിനകത്ത് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ഡയാന രാജകുമാരി, ഇങ്ങനെയൊക്കെയുള്ള ചില ഡൈ എന്നുള്ള ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി ഇന്ന പേരുകളിലെല്ലാം ഡൈ എന്നൊരു ധ്വനി ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി എന്ന പേരിൽ 2 വട്ടം ഡൈ വരുന്നു. അപ്പോൾ അതിൽ അവർ ആദ്യം ഇന്ദിരാഗാന്ധിയെ വധിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി. അത് ആ സമയം നല്ലതായതുകൊണ്ട് മാഡം ഇന്ദിരാഗാന്ധി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത ഇന്ദിരാഗാന്ധി എന്നുള്ള ആ DHI അവിടെ സൈലൻ്റ് ഡൈ എന്നൊരു ധ്വനി വന്നപ്പോൾ ആ അപ്രതീക്ഷിത മരണം അവിടെ സംഭവിച്ചു. ഇങ്ങനെ ചില ആൾക്കാരുടെ അക്ഷരങ്ങളുടെ കൂടിച്ചേരലുകളിൽ പേര് ആ ധ്വനിയിൽ അവരുടെ സ്വഭാവം പ്രകടമാകുന്നു, അവരുടെ അപകടം അതിൽ പതിയിരിക്കുന്നു എന്നൊക്കെ ആ ഒരു പുസ്തകം വായിച്ചു. അതിൽ നിന്ന് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അപ്രതീക്ഷിത മരണങ്ങളും നോർമൽ ഡെത്തുകളും ഒക്കെ ഞാനൊന്ന് റിസർച്ച് ചെയ്തു, മനസ്സ് ഇങ്ങനെ വായിച്ചു നോക്കിയൊക്കെ, പത്രങ്ങളിലൂടെ ആയാലും. അപ്പോൾ എനിക്കിതിൽ നിന്ന് പെട്ടെന്ന് മരണം സംഭവിക്കുന്നവർക്ക്, ഈ നെഗറ്റീവ് എനർജിയുള്ള അക്ഷരങ്ങൾ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നെഗറ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർ. അതിലാണ് ഇപ്പോൾ എൻ്റെ മരണത്തെ പറ്റിയുള്ള വിചാരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് സാറിൻ്റെ പേരും ഞാൻ വായിച്ചപ്പോൾ അതിനകത്തും എനിക്ക് അങ്ങനെ തോന്നി. അയ്യോ, ഞാൻ പിന്നെ സാറിൻ്റെ പേരിൽ എൻ്റെ ന്യൂമറോളജി പ്രകാരം സാറിൻ്റെ പേര് ഡോക്ടർ K. സുരേഷ് കുമാർ എന്നല്ലേ? അതിനകത്ത് സ്യൂ എന്നൊരു ധ്വനി, സ്യൂ എന്നൊരു ധ്വനിയുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് വേറെ തോന്നി, സ്യൂ എന്ന ധ്വനി വ്യവഹാരം, കേസുകൾ ഉണ്ടാക്കും എന്ന് അതിൽ അതെനിക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ SH എന്ന ധ്വനി, SH, SC, SK എന്നീ ധ്വനികൾ സിക്ക് എന്ന ഒരു ധ്വനിയെ കാണിക്കുന്നു. സിക്ക്, SC, SH, SC ഇത്തരം അക്ഷരങ്ങൾ കൂടി ചെന്നവർക്ക് പെട്ടെന്ന് അപകടങ്ങൾ, അപായപ്പെടുത്തലുകൾ, ജിഷ വധക്കേസിൽ SH ഉണ്ടായിരുന്നു, അപായപ്പെടുത്തലുകൾ, അപ്രതീക്ഷിത മരണങ്ങൾ, കുമാർ എന്ന പേര്. നമുക്ക് സമയമില്ല, ഞാൻ റെസ്പോണ്ട് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ അഡ്വൈസിന് ഓക്കെ, നന്ദി. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിലൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളത് അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ 100% എനിക്ക് സംശയം ഇല്ലെങ്കിൽ അതിൻ്റെ ചില മെച്ചോ ദോഷമോ എനിക്ക് കിട്ടും. ഇത്തരം വിശ്വാസങ്ങളും ചില സജഷൻസും ഒക്കെ അത് ഒരു വ്യക്തിയിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത്, ആ വ്യക്തി എത്രമാത്രം അത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നു, വിശ്വസിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ ഇത് ഞാനിതിപ്പോൾ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുകയും ഇനിയിപ്പം ശത്രുക്കളെ നോക്കി നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം നിങ്ങളത് ഇപ്പോൾ നിങ്ങളുടെ വാക്ക് പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പേര് മാറ്റിക്കളയാൻ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. പക്ഷേ വേറെ ആൾക്കാർക്ക് അതുകൊണ്ട് സമാധാനം കിട്ടണമെന്നില്ല. ദേവൻ ഇംഗ്ലീഷ് മാത്രമേ നോക്കുള്ളൂ എന്നുള്ളതാണ് മലയാളത്തിലുള്ള പ്രശ്നം. ഓക്കെ, നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം, സമയമായി. നേരത്തെ ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ ഇതൊരു ഡാർക്കായിട്ടോ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയോ വിഷയമോ അല്ല. കുറേ കൂടെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുകയാണെങ്കിൽ മനുഷ്യൻ നല്ല രീതിയിൽ നല്ല മനുഷ്യനായിട്ട് മാറാൻ കുറച്ചെങ്കിലും പറ്റും എന്നുള്ളതാണ് പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.